സ്നേഹസ്പർശം മുണ്ടൂരിന്റെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി ഫൊറോണ വികാരി ഫാദർ ജോഷി ആളൂരിന്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെയും അഡ്വക്കേറ്റ് CT ഷാജി റിനി ടീച്ചർ ദമ്പതികളുടെ വിവാഹ രജത ജൂബിലിയുടെയും ആഘോഷം സംഘടിപ്പിച്ചു. മുണ്ടൂർ കൃഷിഭവൻ റോഡിലെ അമലാനഗർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ജൂബിലി ആഘോഷം പാലക്കാട് കുടുംബക്കോടതി ജഡ്ജി ഡെന്നി CJ ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥമായ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രകാശത്തിനായി നിറയട്ടെ എന്ന ആശംസകൾ നമുക്ക് മനതാരമേന്താം. ഇന്ന് നമ്മളിവിടെ രണ്ട് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്ന് പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി, മറ്റൊന്ന് വിവാഹത്തിൻ്റെ രജത ജൂബിലി. നിങ്ങൾക്കറിയാം, വിവാഹവും ഒരു കൂദാശയാണ്, പൗരോഹിത്യവും ഒരു കൂദാശയാണ്. രണ്ട് കൂദാശകളുടെ രജത ജൂബിലിയുടെ സംഗമമാണ് ഈ വേദി. അതുകൊണ്ട് തന്നെ ഈ സായാഹ്നം ഏറെ ആഹ്ലാദം പകർന്നു. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ വളരെയധികം ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അഭിനന്ദിക്കുകയും ചെയ്തു. സ്നേഹസ്പർശം ഭാരവാഹി സെയിൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടൂർ മൗണ്ട് കാർമൽ ചർച്ച് വികാരി ഫാദർ ബാബു അപ്പാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരു പുരോഹിതന്റെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന 3 വാക്കുകളുണ്ട്. He should be a teacher, he should be a preacher, and he should be a healer. 3 ദൗത്യങ്ങളാണ് ഓരോ പുരോഹിതനും നിർവഹിക്കേണ്ടത്. ഇതില് ഏറ്റവും അച്ഛനിൽ വിളങ്ങി നിൽക്കുന്ന ഒരു വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നേതൃത്വ പാഠമാണ്. ഈസ് എ ലീഡർ. ഒരു ജനത്തെ മുഴുവൻ കയ്യിലെടുത്ത് അവരുടെ മനസ്സും ഹൃദയവും, നേരത്തെ പറഞ്ഞില്ലേ, ചങ്കിലാണോ കരളിലാണോ ഹൃദയത്തിലാണോ എവിടേക്കാണ് ഇരിക്കണമെന്ന് അറിയിക്കാതെ പറഞ്ഞ പോലെ ആ ജനത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരെ കൊണ്ട് ഏത് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനുള്ള ഒരു വലിയ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ വലിയ ഒരു കഴിവുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയമുള്ള നമ്മുടെ ജോഷിച്ചൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഷാജിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും എന്നോട് പറയാറുള്ളത്, അച്ഛാ, അത് മറ്റുള്ളവരെ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ട്, അവർക്ക് അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ആ ഡിസിഷൻ കൊണ്ട് ആ വിഭാഗത്തിന്, ഏതാണ് ആ വിഭാഗം, അതായത് ഒരു പാവങ്ങളുടെ പക്ഷം ചേർന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു അഡ്വക്കേറ്റ്, ഒരു നീതിപാലകൻ എന്നുള്ള രീതിയിൽ ഷാജിയെ ഞാൻ ഏറെ ബഹുമാനിക്കുകയാണ്. സ്നേഹസ്പർശം ഭാരവാഹിയും പൊഴിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ CV കുര്യാക്കോസ് അനുമോദന പ്രസംഗം നടത്തി. എന്നും സഭയോടൊപ്പം നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ സഭയുടെ തീരുമാനങ്ങൾ, സഭയെടുക്കുമ്പോൾ നിലപാടുകൾ, ആ നിലപാടുകൾ വ്യക്തിപരമായ നിലപാടല്ലാതെ സഭയുടെ നിലപാടാണ് എന്നോർത്തുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് ജോഷി ആളൂരെത്തുന്നത്. അഭിമാനത്തോടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അഭിഭാഷകനായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 25 വർഷം പിന്നിട്ടു അദ്ദേഹം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നോട്ടറിയായി. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിയമോപദേശകനായി, ഈ പഞ്ചായത്തിന്റെ നിയമോപദേശകനായി, ഔദ്യോഗികമായി പഞ്ചായത്തിന്റെ നിയമോപദേശകനായി ഒക്കെ പ്രവർത്തിക്കാൻ സാധിപ്പിക്കുകയായിരുന്നു. ജൂബിലേറിയൻ ഫാദർ ജോഷി ആളൂരിനെ ജസ്റ്റിസ് ഡെന്നി CJയും മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫാദർ ജോസ് തെക്കേക്കരയും ചേർന്ന് പൊന്നാടയണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. ഫാദർ ബാബു അപ്പാടനും ജൂബിലേറിയനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് വിവാഹ രജത ജൂബിലി ആഘോഷിക്കുന്ന അഡ്വക്കേറ്റ് CT ഷാജി റിനി ദമ്പതികളെ ജസ്റ്റിസ് ഡെന്നി CJയും ഫാദർ ജോസ് തെക്കേക്കരയും ചേർന്ന് പൊന്നാടയണിയിച്ചും ഉപഹാരം സമ്മാനിച്ചും ആദരിച്ചു. തുടർന്ന് ജൂബിലിയുടെ ഓർമ്മയ്ക്കായി ജൂബിലി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. ഉദ്ഘാടകനായ ജസ്റ്റിസ് ഡെന്നി CJയ്ക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫാദർ ജോസ് തെക്കേക്കര, ജോൺസൺ ജോർജ്, CT പിയൂസ്, ലിസി ആൻഡോ, KC ഡേവിസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. രജത ജൂബിലി ആഘോഷിക്കുന്ന റവറന്റ് ഫാദർ ജോഷി ആളൂർ, അഡ്വക്കേറ്റ് CT ഷാജി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. EV ജോണി സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം കൺവീനർ CJ ജെയിംസ് നന്ദി പറഞ്ഞു. തുടർന്ന് സ്നേഹസ്പർശം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ATK ന്യൂസ്, മുണ്ടൂർ.